അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് തൊടുവഴിക്കടുത്ത് ഉറവപ്പാറ എന്ന സ്ഥലത്ത് നമ്മളൊരു ക്ഷേത്രവും അതിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടർ ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തൊടുപുഴയിൽ നമ്മളൊരു 4 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഞാൻ കാണിച്ച ബോർഡിൻ്റെ അവിടെ നിന്ന് വേണം നമുക്ക് ഇങ്ങോട്ട് കയറി വരാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാം. ഏതാണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്, അതിപുരോഗതനമായൊരു ക്ഷേത്രമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് പാറയുടെ മണ്ടയ്ക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയി നമുക്ക് കാണാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു കല്ല് കൊണ്ടുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും ഭാഗങ്ങൾ മൊത്തം നമുക്ക് കാണുന്നത് പാറയാണ്. ഈ പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് അറിയപ്പെടുന്നത് കേരളത്തിലെ പഴനി എന്നാണ് കുറേ ആൾക്കാരൊക്കെ പറയുന്നത്. ഈ കുളത്തിനോട് ചേർത്ത് ഒരു ബോർഡ് വെച്ചേക്കുന്നത്, അതായത് ക്ഷേത്രത്തിൻ്റെ കുളം ഒരു കാരണവശാലും അശുദ്ധമാക്കരുതെന്നാണ് ഈ ബോർഡ് വെച്ചേക്കുന്നത്. എന്തായാലും ഈ കുളം നമുക്ക് നോക്കാം. ഇതാണ് ഈ ഉറവപ്പാറ എന്ന് പറയുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനടുത്ത് കിടക്കുന്ന കുളമാണ് ഈ കാണുന്നത്. എന്തായാലും ഈ മഴക്കാലത്ത് വെള്ളം ഉണ്ടെങ്കിലും പക്ഷേ വേനൽക്കാലത്ത് ഒരിക്കലും ഇത് പറ്റുകയില്ലെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ക്ഷേത്രത്തിൻ്റെ ബാക്ക് വശത്തൂടെ വരുമ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു വാട്ടർ ടാങ്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ വാട്ടർ ടാങ്കിൻ്റെ അതിലെ നമുക്ക് അപ്പുറത്തേക്ക് കടന്നു പോയി നോക്കാം ഈ കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാലും നല്ല കാഴ്ചയാണെന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, തൊടുപുഴ ടൗണാണ് നമുക്ക് കാണുന്നത്. തൊടുപുഴ ടൗണ് ഈ കാണുന്നത്. നമുക്കിപ്പോൾ ചെറിയൊരു മൂടലുണ്ട്, രാവിലെ ആയതുകൊണ്ട് ഒരു മൂടലുണ്ട്. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. നമുക്കിനി കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി നോക്കാം. അപ്പം ഈ പാറയുടെ വെച്ചാൽ ഒരുപാട് അങ്ങ് കുറേ ഏരിയകളായിട്ട് കിടക്കുകയാണ് പാറ. അപ്പോൾ ഈ പാറപ്പുറത്തൂടെ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും. അതുപോലെ അസ്തമയം നമുക്ക് നല്ല കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. കാൽപതിഞ്ഞ സ്ഥലമാണെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പം ഈ കാണുന്നതാണ് ഭീമൻ്റെ കാൽപ്പാട് പതിഞ്ഞെന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ വെള്ളം എത്ര വേനൽക്കാലമാണല്ലോ ഈ വെള്ളം ഒരിക്കലും ഇവിടെ പറ്റാറില്ല. വേനൽക്കാലത്ത് വന്നുള്ളവർക്ക് അനുഭവം അറിയാം, ഇവിടെ ഒരിക്കലും ഇത് വെള്ളം പറ്റില്ല. അപ്പോൾ ഇതാണ് ഭീമൻ്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ചെറിയ ആൻഡ്രയിൽ പോലെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വലിയ കുഴിയാണ്. അപ്പോൾ താഴത്തേക്കൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ആൻഡ്രയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ പിടിച്ചു വേണം അങ്ങോട്ട് കടന്നു പോകാനായിട്ട്. ഒരുപാട് താഴ്ചയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഇതിലേക്ക് കടന്നു പോകാൻ വേണ്ടി. അപ്പോൾ എന്ത് തന്നെയാലും ഞാൻ ഇന്ന് വന്നേക്കുന്നത് രാവിലെയാണ്. രാവിലെ 8 മണിയായപ്പോഴാണ് ഞാനിവിടെ വന്നത്. വന്നപ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാഴ്ചകൾ നമുക്ക് കണ്ട് നടക്കാം. അപ്പം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കാഴ്ചകൾ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്നത് പാണ്ഡവന്മാർ അടുപ്പ് കൂട്ടിയ കല്ലെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതും ക്ഷേത്രത്തിൻ്റെ ആയിട്ടൊരു ഐതിഹ്യമാണ്. തീർച്ചയായിട്ടും ഇത് എന്താണെന്ന് നമുക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല. ഈ പാറയുടെ മണ്ടയ്ക്ക് ഇത്രയും വലിയൊരു കല്ല് ഇവിടെ വരണമെങ്കിൽ ഇതെന്തായിരിക്കും? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാറക്കൂട്ടങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത് പാണ്ഡവന്മാർ അടുപ്പ് കൂട്ടിയ കല്ലെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ മൊത്തം ഞാൻ കാണിച്ചു തരാം. ഇതെന്തായാലും ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പാറപ്പുറത്ത് ഇങ്ങനെ ഈ കല്ല് വരണമെങ്കിൽ ഇതെന്താണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര ഒരു പാറക്കൂട്ടം കേട്ടോ ഇത്.
ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ അടുപ്പ് കൂട്ടിയ പോലെ തന്നെയാണ് നമുക്ക് ഈ കാഴ്ചകൾ കാണുന്നത്. ഉണ്ടോ, 3-4 കല്ലുകൊണ്ട് ഇങ്ങനെ അടുപ്പ് കൂട്ടിയ പോലെയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ അവിടെയും പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പാറപ്പുറം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഞാൻ അവിടുന്ന് ആ വലിയ കല്ല് കിടക്കുന്നില്ല, അവിടുന്ന് ചെറിയൊരു ആൻഡ്രയിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പയ്യെ താഴത്തേക്ക് ഇറങ്ങി അതിലെ നടന്ന് 2-3 വീട് കടന്ന് ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പം ഞാൻ കാണിച്ചില്ല, അവിടുന്ന് വലിയൊരു പാറ കാണാം. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അത് ഇവിടുന്ന് നോക്കിയാലും നല്ല കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. അവിടുന്ന് കിട്ടുന്ന പോലെ തന്നെയല്ല, ഇവിടുന്ന് വേറൊരു കാഴ്ച നമുക്ക് ഈ വലിയ പാറപ്പുറത്ത് നമുക്ക് പോയി നോക്കാൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പാറ തന്നെയാണ് ഇതും. അപ്പോൾ അവിടെ കുറച്ച് ഗ്യാപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പാറ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് എല്ലാം ഇതുപോലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ അവിടെ കണ്ടേക്കാളും വലിയ പാറയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. താഴത്തേക്ക് ഭയങ്കരം കുഴിയാട്ടോ. ഉയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കരം കുഴിയാണ് ഇവിടെ. താഴെയൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വലിയ പാറപ്പുറത്ത് നമുക്ക് പോയി നോക്കാം. അപ്പോൾ അവിടുന്ന് എന്തായാലും ശരിക്കൊന്നും നടക്കാനുണ്ട്. 1 കിലോമീറ്ററിന് മുകളിലോളം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പം നമ്മളവിടെ ക്ഷേത്രത്തിനവിടെ നിന്നേക്കാളും വലിയൊരു പാറയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ രാവിലെ ആണ്ട് വലിയ വെയിലൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വെയിലായിരിക്കും ഇവിടെ. വൈകുന്നേരമാണ് കുഴപ്പമില്ല, അസ്തമയമൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് അങ്ങ് കുറേ കിടക്കുക കേട്ടോ, ആയിരയിലൊക്കെ കിടക്കുകയാണ് പാറ ഒരുപാട്. ആ പാറയുടെ മണ്ടയ്ക്ക് ചെറിയൊരു പാറയുടെ ഒരു പീസ് ഇവിടെ കിടക്കും. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് കുപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എത്ര പറഞ്ഞാലും വരും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രം തേണ്ട അവിടെയായിട്ടാണ് കാണുന്നത്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. അവിടെയായിട്ടാണ് ക്ഷേത്രം വരുന്നത്. അവിടുന്ന് ഏകദേശം ഞാൻ 1 കിലോമീറ്ററോളം ഇങ്ങോട്ട് നടന്നു വന്നിട്ടാണ് ഈ വലിയ പാറപ്പുറത്ത് നമ്മൾ വന്നേക്കുന്നത്. പാറയാണ് മൊത്തം. ഈ പാറപ്പുറത്ത് നിന്നാലാണ് നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് കേട്ടോ. കാണിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പി, മാല് ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്കായിട്ടും. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് വരുന്നുണ്ടെന്നുള്ള ഉറപ്പാണത്. ഞാൻ അവിടെ നിന്ന് കുറേ വന്നപ്പോഴത്തേനും ഇവിടെ ഈ പാറയുടെ എൻഡ് വന്നപ്പോൾ കുറേ വീടുകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് പാറയുടെ എൻഡ്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര കുഴിയാണ് കേട്ടോ താഴത്തേക്ക്. അപ്പം ഇവിടെയൊക്കെ കുറേ കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എൻഡിലേക്ക് വന്നപ്പോഴത്തേന് കുറേ കാടുകളുണ്ട്. അപ്പോൾ ഇവിടം കൊണ്ട് ഈ പാറ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഉറവപ്പാറ ക്ഷേത്രവും അതിൻ്റെ ചുറ്റി കിടക്കുന്ന ഐതിഹ്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ പാറയുടെ എൻഡും കൂടെ നിങ്ങളെ കാണിക്കാം ഞാൻ. എൻഡെന്ന് പറയുമ്പം അങ്ങനെ എൻഡെന്ന് പറയാൻ പറ്റില്ല, പിന്നെ അങ്ങോട്ട് കിടക്കുക കേട്ടോ. അങ്ങോട്ട് പിന്നെയും കിടക്കുക പാറ. അങ്ങ് പോവാം, പക്ഷേ അവിടെയൊക്കെ ഭയങ്കര വഴുക്കുകളുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ, ഉറവപ്പാറയുടെ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് കാണാം കേട്ടോ. ഇവിടുന്ന് കാണാം കേട്ടോ, ആ കാണുന്നതാണ് ക്ഷേത്രം. അത്രയും ദൂരത്ത് ഞാനിവിടെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം.